I have a friend who is born as an intersex person, and he lived as a boy till the age of 15. 15 വയസ്സായപ്പോൾ അവന് മെൻസസ് ആയി. മെൻസസ് ആവുന്ന സമയത്ത് അവൻ്റെ പാരൻസ് അവനെ കൊണ്ട് ഡോക്ടറെ കാണിക്കുമ്പോഴാണ് അവൻ ഇൻറ്റേർണലി യൂട്രസ് ഉണ്ട് എന്നറിയുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടിക്ക് മെൻസസ് ആവുന്നതിലും വലിയ ഭീകര പ്രശ്നം വേറെ ഇല്ലല്ലോ. ഇവരെല്ലാവരും കൂടിയിട്ട് വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ് അവൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു. ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഹി ടേൺഡ് വെരി ഫെമിനൈൻ. അവൻ സ്ത്രൈണതയുള്ള ഒരാളായി വളരുകയാണ്. അവൻ്റെ പാരൻസ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവർ പറയുന്നത് നിന്നെ ഒരു പെണ്ണായിട്ട് കാണാൻ വേണ്ടിയല്ല, ആണായിട്ട് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സർജറി ചെയ്തത്. ഇഫ് യു വാണ്ട് ടു ബി എ ഫീമെയിൽ ജസ്റ്റ് ഗോ. ഹി വെൻറ്റ്. അവൻ ബാംഗ്ലൂർ പോയി എന്തൊക്കെയൊക്കെയോ വർക്ക് ചെയ്ത് അവൻ ആഗ്രഹിച്ച ഒരു ശരീരം അവൻ നേടി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് ഭയങ്കര, എനിക്കറിയില്ല എനിക്ക് സങ്കടമാണോ ദേഷ്യമാണോ, വാട്ട് ഐ ഫീൽ. എനിക്ക് ആ ഫീലിങ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ ആ യൂട്രസ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പെണ്ണാവാൻ അവന് സാധിക്കുമായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം, ജെൻഡർ അസ്യൂം ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ നിന്ന് പിന്നെ ഒരു എസ്കേപ്പ് സാധ്യമല്ല. ആ ഒരു എസ്കേപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ ഫാമിലിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ സമയം എടുക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. എൻ്റെ ഫാമിലിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് എൻ്റെ ഫാമിലിയെ കാണുന്നത്. കാരണം ബോത്ത് മെയിൽ, ഫീമെയിൽ ആൻഡ് ഇൻ്റർസെക്സ്. ഈ ലോകത്ത് വേറെ ഒരു പാരൻസിനെയും ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സിറ്റികളിലും പോയിട്ടുള്ള ആളാണ്. ഇൻ്റർസെക്സ് റൈറ്റ്സിനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു ആണിനും പെണ്ണിനും ഇൻ്റർസെക്സിനും, അല്ലെങ്കിൽ ഒരു ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും ജന്മം കൊടുത്ത മറ്റൊരു പാരൻസിനെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് മൈ പാരൻസ് അവരെന്നെ ചൈൽഡ്ഹുഡിൽ സർജറി ചെയ്ത് മാറ്റാതെ എനിക്ക് എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ജെൻഡർ, എൻ്റെ സെക്സ് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് എനിക്ക് തന്നു. ആ ഒരു പാരൻസിനോട് ഞാൻ എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് അത് എനിക്ക് തന്നത് എൻ്റെ പാരൻസ് മാത്രമാണ്. ഞാൻ ജനിക്കുന്ന സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊരു പെൺകുട്ടിയാണ്, സർജറി ചെയ്താൽ മാറാവുന്ന അസുഖമുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ഡോക്ടർ മാത്രം പറഞ്ഞു ഈ കുട്ടി ഇപ്പം സർജറി ഒന്നും ചെയ്യണ്ട, വളർന്നു വരുന്ന സമയത്ത് ശരീരം എന്താകും എന്ന് നോക്കിയിട്ട് മാത്രം സർജറി ചെയ്താൽ മതി എന്ന്. അപ്പോൾ ആ ഒരു ചോയ്സ് കിട്ടാത്ത ഒരുപാട് ഇൻ്റർസെക്സ് ആളുകളുണ്ട്. ജനിക്കുന്ന സമയത്ത് തന്നെ മിശ്രലിംഗാവസ്ഥയിലാണെങ്കിൽ ആ ഔട്ടർ ജെനിറ്റൽ പാർട്ട് നോക്കിയിട്ട് ഏതിനോടാണോ സാമ്യം കൂടുതൽ അതിലേക്ക് ആളുകളെ സർജറി ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നീട് വളർന്നു വന്ന സമയത്ത് ഓപ്പോസിറ്റ് സെക്സിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലേക്ക് മാറിയിട്ടുള്ള ഇൻ്റർസെക്സ് ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർസെക്സ് ആളുകൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് സർജറി ചെയ്ത് മാറ്റുക. ഇനി ജനിക്കുന്ന സമയത്ത് അബോർഷൻ ചെയ്തു പോകപ്പെട്ടു എന്ന് ഒരുപാട് ആളുകളുണ്ട്. ജീവിച്ചിരിക്കാനുള്ള അവകാശമാണല്ലോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശം എന്ന് പറയുന്നത്. എല്ലാ മാസവും ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ എല്ലാ മാസവും സ്കാനിങ് നടക്കുന്നുണ്ട്. ഈ സ്കാനിങ്ങിൽ ഈ കുട്ടിക്ക് അബ്നോർമൽ എന്നാണ് പറയുന്നത്, അബ്നോർമൽ സെക്സ് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട്, അതൊരു ഡിസബിലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് നിരവധി അബോർഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അത്തരം അബോർഷനുകളൊന്നും നിയമം മൂലം നിരോധിച്ചിട്ടില്ല. ഇൻ്റർസെക്സ് ആളുകൾ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ആസ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, ഞാനൊരു വിദ്യാഭ്യാസമുള്ള ഒരാളായതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയും എന്നെ അതാണ് പഠിപ്പിച്ചത്. നിനക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ പേ ബാക്ക് ടു ദ സൊസൈറ്റി. സോ ഐ എം പേയിങ് ബാക്ക്. ലൈക്ക് ആസ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടോക്ക് അബൌട്ട് ഇൻ്റർസെക്സ് പീപ്പിൾ, ടു ടോക്ക് അബൌട്ട് ഇൻ്റർസെക്സ് റൈറ്റ്സ്. അതായത് ഒരുപാട് ഇൻ്റർസെക്സ് ആളുകൾ ഇനിയും ജനിക്കാനിരിക്കുന്നുണ്ട്. എൻ്റെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർസെക്സ് ആയി ജനിച്ച് സ്വയം എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനിയും ഒരുപാട് ഇൻ്റർസെക്സ് ആളുകൾ ജനിക്കാനുണ്ട്. അവർക്കൊക്കെ വേണ്ടി സംസാരിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദീർഘകാലം ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം ഇൻ്റർസെക്സ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങളൊരാളെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ സെക്സ് ഐഡൻറ്റിറ്റി ഇൻ്റർസെക്സ് ആണെന്ന് ഞാൻ പറയാതെ ആർക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെ ജനിച്ച ഒരാളുണ്ട് എന്ന് ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എവിടെ പോയി സംസാരിക്കുമ്പോഴും വേദിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നോട് പറയും, മോനെ നിന്നെപ്പോലെ ഒരാൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു എന്ന്.
എനിക്കങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൈ എത്തിപ്പിടിച്ച് ഇന്റർസെക്സ് ആളുകൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് കരയാനുള്ള ഒരു ഷോൾഡർ ആയിട്ടോ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ആ ഷോൾഡർ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടി ഉണ്ട്.